അരുന്ധതി റോയി അക്ഷരങ്ങൾ കൊണ്ട് ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ അതിസുന്ദരമായ നാടാണ് കോട്ടയം ജില്ലയിലെ ഐമനം. ഐവർ വനമാണ് കാലാന്തരത്തിൽ ഐമനമായി മാറിയതെന്നാണ് പഴമക്കാർ പറയുന്നത്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വസിച്ചിരുന്നതായും ആരാധന നടത്തിയിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു. പൗരാണിക വാസ്തുവിദ്യയിൽ തീർത്ത ചരിത്ര വിസ്മയങ്ങൾ ഉറങ്ങുന്ന കാലാതിവർത്തിയായ ഒരു അമ്പലമുണ്ട് ഇവിടെ. പാണ്ഡവം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അമൂല്യമായ ചുവർച്ചിത്രങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അയ്യപ്പൻ ശ്രീ ധർമ്മശാസ്താവായി വാണരുളുന്ന പാണ്ഡവൻ ക്ഷേത്രത്തിന്റെ സുവർണ ചരിത്രം പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എം ജി ശശിഭൂഷൺ കോളേജ് അധ്യാപകനായിരുന്നു, ചരിത്രകാരനാണ്, സാഹിത്യ നിരൂപകനായ എസ് ഗുപ്തൻ നായരുടെ മകൻ. കേരളത്തിലെ ചുവർച്ചിത്രങ്ങളെ പറ്റി ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ 7ാമത്തെ അധ്യായമായിട്ടാണ് പാണ്ഡവത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൂരദർശന് വേണ്ടിയിട്ട്, ഡൽഹി ദൂരദർശന് വേണ്ടി ഒരു കേരളത്തിലെ ചുവർച്ചിത്രങ്ങളെ പറ്റി ഒരു ഡോക്യുമെൻ്ററി എടുത്തു. ആ ഡോക്യുമെൻ്ററിയിലും ഞാൻ പാണ്ഡവത്തെ ക്ഷേത്രത്തെ പറ്റിയും അവിടുത്തെ ചുവർച്ചിത്രങ്ങളെ പറ്റിയും പ്രതിപാദിക്കാൻ എനിക്കൊരവസരം കിട്ടി. ഞാൻ ഒരു തവണയല്ല, അനേക തവണ പാണ്ഡവൻ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അതിന് കാരണം ഈ പാണ്ഡവത്തെ ചുവർച്ചിത്രങ്ങളിൽ കൂടിയാണ് ഞാൻ കേരളീയ ചുവർച്ചിത്രങ്ങളെ പഠിക്കാൻ ശ്രമിച്ചത്. അവിടുത്തെ ചുവർച്ചിത്രങ്ങൾ എന്ന് പറയുന്നത് 919 കൊല്ലവർഷം 919 ഒരു കലാകാരൻ വരച്ചതാണ്. അതായത് വരച്ച കലാകാരൻ്റെ പേര് നാരായണ പട്ടർ. അദ്ദേഹം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് താൻ തിരുവനന്തപുരം ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. തിരുവനന്തപുരത്ത് രാമവർമ്മപുരം അഗ്രഹാരത്തിൽ താമസിക്കുന്ന ആളാണ്. ഇന്ന് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പറ്റിയാണ്. ഈ രാമവർമ്മ അഗ്രഹാരം എന്ന് പറയുന്ന ഒരു അഗ്രഹാരം ഇന്ന് അന്വേഷിച്ചാൽ ആർക്കും അതെവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇന്ന് ശ്രീവരാഹത്തെ 1-ാം പുത്തൻ തെരുവും 2-ാം പുത്തൻ തെരുവും 3-ാം പുത്തൻ തെരുവും ചേർന്നതാണ് ഈ രാമവർമ്മപുരം അഗ്രഹാരം എന്ന് പറയുന്നത്. ഈ രാമവർമ്മപുരം അഗ്രഹാരത്തിലെ താമസക്കാരനായിരുന്ന വേദം വാദ്യാരുടെ മകനായ നാരായണ പട്ടർ ആണ്. ഒരു പക്ഷേ അദ്ദേഹത്തിനൊപ്പം ഒരു ശിഷ്യനും ഉണ്ടായിരിക്കും. അപ്പോൾ ക്രിസ്തുവർഷം 1744 മാർത്താണ്ഡവർമ്മയാണ് അന്ന് തിരുവിതാംകൂർ ഭരിക്കുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ജൈത്രയാത്ര പൂർത്തിയായില്ല. ആ ജൈത്രയാത്ര പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പ് ആണ് വരയ്ക്കുന്നത്. പാണ്ഡവം ചിത്രരചനയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു നായക് ശൈലി അതിനകത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വേണുഗോപാലിൻ്റെയും ഗോപികമാരുടെയും ചിത്രീകരണത്തിലൊക്കെ ഒരു പോസ്റ്റ് വിജയനഗര നായക് എന്ന് പറയാവുന്ന ഒരു രചനാശൈലി അവിടെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു സംവിധാന ഭംഗിയിലും അതുപോലെ അതിൻ്റെ ആസൂത്രണത്തിലും തികച്ചും കേരളീയത അതിനകത്ത് കാണാൻ സാധിക്കും. കേരളീയ ചുവർച്ചിത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഈ രേഖാവിന്യാസങ്ങൾ കൂടി ഭാവങ്ങൾ ആവിഷ്കരിക്കും. പാണ്ഡവത്തെ ചിത്രത്തിൻ്റെ സവിശേഷതയും ഇത് തന്നെയാണ്. വളരെ ഒരു ശക്തമായ വരകൾ, അതിനൊരു ബാലൻസിങ് ആദ്യ അവസാനം കാണാൻ സാധിക്കും. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ 5 വർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ചുവപ്പ്, കറുപ്പ്, മഞ്ഞ, നീല ഒക്കെയാണ് വർണ്ണങ്ങൾ, വെള്ളയും. ഈ വർണ്ണങ്ങൾ ഈ വരകളിലേക്ക് അങ്ങ് ലയിച്ചു ചേരുകയാണ്. ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവേ ദേവീദേവന്മാരെയാണ് വരയ്ക്കുന്നത്. ഈ ദേവീദേവന്മാരെ വരയ്ക്കുമെങ്കിലും ആ കൂട്ടത്തിൽ മനുഷ്യരുണ്ടെന്ന് പറഞ്ഞാൽ വൈവിധ്യമുള്ള മനുഷ്യരെ കൂടി ഈ കലാകാരന്മാർ വരച്ചിരുന്നു. അപ്പോൾ നമുക്ക് 18-ാം നൂറ്റാണ്ടിലെ ഒരു കേരളീയ ജീവിതം നമുക്ക് ഈ ചിത്രങ്ങളിൽ കൂടി വായിച്ചെടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗണപതി പൂജ എന്ന് പറയുന്ന ചിത്രം, ആ ഗണപതി പൂജ വരയ്ക്കുമ്പോൾ
അതിനകത്ത് പൂജാരിമാരുണ്ട്, ദേഹണ്ണക്കാരുണ്ട്, ഭക്തന്മാരുണ്ട്. അതുപോലെ ശാസ്താവിൻ്റെ വേട്ട എന്ന് പറയുന്ന ചിത്രം, ശാസ്താവിൻ്റെ വേട്ട എന്ന് പറയുന്ന ചിത്രത്തിൽ അതിനകത്ത് ശാസ്താവിനോടൊപ്പം തന്നെ വേട്ടക്കാരുണ്ട്. ആ വേട്ടക്കാരെന്ന് പറയുമ്പോൾ അവർ മനുഷ്യരാണ്, സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ പ്രത്യേകതകൾ, ഭീരുത്വം, അവരുടെ വീരത്വം എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടാവും. ശാസ്താവിൻ്റെ നായാട്ട് എന്ന് പറയുമ്പോൾ ഒരു വിശദീകരണം അതിന് ആവശ്യമാണ്. പുരുഷാർത്ഥങ്ങളുടെ സംരക്ഷണമാണ് പിന്നെ ശാസ്താവിൻ്റെ അവതാര ലക്ഷ്യം. കാമം, മതം, ലോഭം തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെയാണ് ഈ ശാസ്താവ് വേട്ടയാടുന്നത്. അപ്പോൾ ഒരു പ്രതീകാത്മക സ്വഭാവത്തോടു കൂടിയ ചിത്രമാണ്. ആ പ്രതീകാത്മക സ്വഭാവത്തോടു കൂടിയതാണ് ഈ ചിത്രം എന്ന് പാണ്ഡവത്തെ ചിത്രം വീണ്ടും വീണ്ടും കാണുന്ന ഒരാൾക്ക് തോന്നും. അതുപോലെ അവിടെ പൊതുവേ ധ്യാനമന്ത്രങ്ങളാണ് ഈ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അതിന് അവർ ആധാരമാക്കാറുള്ളത്. പാണ്ഡവത്വം അങ്ങനെ തന്നെയാണ്. ഈ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത, ഇവയ്ക്ക് പത്മനാഭപുരം കൊട്ടാരത്തിലെ ചിത്രങ്ങളുമായിട്ടുള്ള അസാധാരണമായ സാദൃശ്യമാണ്. എന്നാൽ പത്മനാഭപുരം കൊട്ടാരത്തിലെ അതേ ശൈലി എന്ന് പറയാൻ വയ്യ. ഈ വേട്ടയ്ക്കൊരു മകൻ്റെ ചിത്രം പത്മനാഭപുരത്ത് വരച്ചയാളും ഇവിടെ വരച്ചയാളും ഒരാൾ തന്നെയാണ്. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി പാണ്ഡവത്തെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം എന്ന് പറയുന്നത് വേണുഗോപാലനും ഗോപികമാരും ഒത്തുള്ള ഒരു ചിത്രീകരണം. അതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ചിത്രം. സ്വാമിയേ ശരണമയ്യപ്പ. ഓം പൂർണ്ണപുഷ്കല ഭഗ്നിസമേത ശ്രീ ഹരിഹരപുത്ര സ്വാമിയേ ശരണമയ്യപ്പ. പാണ്ഡവത്വ ശ്രീ ധർമ്മശാസ്താവ്. ചരിത്രം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും പ്രസിദ്ധമായ പാണ്ഡവത്വ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പാണ്ഡവം എന്ന പേരിൽ തന്നെയുണ്ട് ആ അമ്പലത്തിൻ്റെ കാലപ്പഴക്കം. പൂർണ്ണപുഷ്കല ഭഗ്നിസമേതനായ ശ്രീധർമ്മശാസ്താവ്. ഒരുപക്ഷെ ആ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ അച്ചൻകോവിലിലും പാണ്ഡവത്വം മാത്രമേ ഉള്ളൂ ഈ പ്രതിഷ്ഠയുള്ളത്. അച്ചൻകോവിലിൽ 2 പീഠത്തിലും പാണ്ഡവത്ത് ഒരേ പീഠത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചുവർച്ചിത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപവും കേരളത്തിലെ സംരക്ഷിക്കപ്പെടേണ്ട ചുവർച്ചിത്രങ്ങളുള്ള ക്ഷേത്രമാണ് പാണ്ഡവം. സമചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തെ പ്രത്യേകത. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള കോട്ടയം ജില്ലയിൽ ഐമനം എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാണ്ഡവം ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ചുവർച്ചിത്രങ്ങൾ കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും പ്രസിദ്ധമാണ് പാണ്ഡവത്ത് ശ്രീ ധർമ്മശാസ്താവ്. പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുകളേറെയാണ്. അക്കാലത്ത് ഇവിടെ ഘോരവനമായിരുന്നു. കുടമാളൂർ എന്ന പ്രദേശത്ത് ഭീമൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ഒരു ശിലയുണ്ടായിരുന്നു. തമിഴ്നാട്, ആന്ധ്ര മുതലായ സ്ഥലങ്ങളിൽ നിന്നും മണ്ഡലകാലത്ത് സ്ഥിരമായി ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അത് ഈ ഭഗവാന്റെ കീർത്തി കണ്ടിട്ടാണ്. കാര്യസിദ്ധിയുള്ള ഭഗവാനാണ്. എന്താഗ്രഹിച്ചാലും ഭഗവാനെ സ്ഥിരമായി ഭജിച്ചാൽ അത് നടക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ശബരിമലയിലെ ഏകദേശം ചടങ്ങുകൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. തിരുവാഭരണം, അവിടുത്തെ പോലെ തന്നെ തിരുവാഭരണം ഇവിടെയുണ്ട്. അത് തിരുനക്കരയിൽ നിന്നും എല്ലാ വർഷവും ഭഗവാന്റെ പള്ളിവേട്ട ദിവസം രഥത്തിൽ കൊണ്ടുവന്ന് ചാർത്തി ദീപാരാധന നടത്തി തിരികെ കൊണ്ടുപോവുകയാണ് പതിവ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചുവർച്ചിത്രങ്ങൾക്ക് പുറമെ 2021 സത്യനാരായണൻ എന്ന കലാകാരൻ വരച്ച പുതുതലമുറ ചുവർച്ചിത്രങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. എൻ്റെ പേര് സത്യനാരായണൻ. ഞാൻ ചിത്രകലയാണ് പഠിച്ചത്. ജന്മനാളുള്ളൊരു വാസന ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് എൻ്റെ മനസ്സിൽ വന്ന ഭാവനയാണ്. ഇപ്പോൾ ഐമന അമ്പലത്തിൽ ചുവർ ചിത്രങ്ങൾ ചെയ്തു. ഇതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചില്ല, ഭഗവാന്മാരായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഇത് എൻ്റെ ഭാവനയിൽ ചിത്രീകരിച്ചതാണിത്. പഞ്ചപാണ്ഡവരുടെ വനവാസകാലവും ആ വനവാസകാലത്ത് കുന്തിദേവിയും ഇവർ 5 മക്കളുമായിട്ട് യാത്ര ചെയ്യുന്നൊരു സന്ദർഭത്തിൽ പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ സൂര്യഭഗവാനെ മുകളിൽ കാണുമ്പോൾ കർണനെ ഓർക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ഇവരുടെ ആ യാത്ര വീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇത് യുധിഷ്ഠിരൻ,
ഭീമസേനൻ, അർജുനൻ, കുന്തിദേവി, നകുലൻ, സഹദേവൻ. ഈ ചിത്രീകരിക്കുന്നത് ശിവപാർവതിയാണ്. ഇപ്പൊ പൂർണ്ണ പുഷ്കലയോട് കൂടിയുള്ള ശാസ്താവും ഭാര്യമാരുമാണ്. ഇത് ഈ അമ്പലത്തിൽ മാത്രമേ ഇവിടെ അടുത്തുള്ളൂ. ഇത് വിഘ്നേശ്വരൻ, ഗണപതി ഭഗവാന്റെ യാത്രയാണ്. ഇത് സുബ്രഹ്മണ്യ സ്വാമികള്. ഇത് മാളികപ്പുറം. ഇത് മഹിഷിയെ വധിക്കുന്ന ഒരു ചിത്രത്തിന്റെ ഭാഗമാണ്. ഇത് പന്തളത്തെ രാജാവും പത്നിയും പ്രാർത്ഥനയിലിരിക്കുന്നതാണ്. അവർക്ക് കുട്ടികൾ ഉണ്ടാകാതെ പ്രാർത്ഥനയിലിരിക്കുന്നു. ഒരാള് മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നു, ഒരാള് ശിവനെയും പ്രാർത്ഥിക്കുന്നു. ആ രണ്ട് പേരെയും പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. ആ മോഹിനി രൂപം പ്രത്യക്ഷപ്പെട്ടതിലാണ് മണികണ്ഠകുമാരന്റെ ജന്മം ഉണ്ടാകുന്നത്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചിത്രകലയാണ്. എൻ്റെതായ ഒരു ഭാവനയെ, എൻ്റെതായ ഒരു അർപ്പണ ആണ് ഈ ചിത്രത്തിന്റെ രൂപം. എൻ്റെ പേര് ശശിധര വാര്യർ എന്നാണ്. ഞാൻ പാണ്ഡവപുരത്തെ എൻ്റെ കുടുംബ കാര്യമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. പാണ്ഡവം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പുരാതന കാലത്തെ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്ഷേത്രമാണ് ഇത്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇതിലെ വന്നിരുന്നതും ശത്രുസംഹാരത്തിന് വേണ്ടി പാണ്ഡവത്തെ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ നടത്തി ഒരു ശത്രുസംഹാരം പൂജകൾ നടത്തിക്കൊണ്ടിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ പൂർണ്ണ പുഷ്കൽ 2 ഭാര്യമാരോടുള്ള ഭഗവാന്റെ പ്രതിഷ്ഠയാണിത്. എല്ലാ ആയില്യത്തിലും നാഗങ്ങൾ പൂജ തുലാമാസത്തിലെ ആയില്യം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചപാണ്ഡവരുടെ താമസിച്ചപ്പോൾ ഒരു പശുക്കളെ വളർത്തിയെന്നും അതിന് വെള്ളം കൊടുക്കാനായിട്ട് കരിങ്കല്ല് കൊണ്ട് 2 തൊട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. ഒരു തൊട്ടി ഇപ്പോഴും ശിവന്റെ ക്ഷേത്രത്തിന് മുമ്പിൽ കാണാവുന്നതാണ്.